സാഗർ പരിക്രമ 1 സമയത്താണ് ഞാൻ റോബിനുമായിട്ട് കറസ്പോണ്ടൻസ് തുടങ്ങിയത്. റോബിനെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ലായിരുന്നു. ഞാൻ റൗണ്ട് ദ വേൾഡ് ചെയ്യുന്ന സമയത്ത് റോബിൻ ഇന്ത്യ വന്നായിരുന്നു. ബോംബെയിലെ മാരിടൈം ഹിസ്റ്ററി സൊസൈറ്റിയും പിന്നെ പൂനെയിൽ നാഷണൽ ഡിഫൻസ് അക്കാഡമിക്കും അങ്ങേര് ലെക്ചർ കൊടുത്തായിരുന്നു. ആ ലെക്ചർ കൊടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് അങ്ങേര് എന്നെ സ്കൈപ്പിൽ ഇൻവൈറ്റ് ചെയ്തായിരുന്നു. പക്ഷേ ഞങ്ങൾ നേരിട്ട് കണ്ടിട്ടില്ല. ഇങ്ങേരുടെ അച്ചീവ്മെൻറ്റിൻ്റെ ഒരു സെലിബ്രേഷൻ ആയിരുന്നു 2018 ഗോൾഡൻ ഗ്ലോബ് റേസ്. അപ്പം 2018 ഗോൾഡൻ ഗ്ലോബ് റേസിൻ്റെ സ്പെഷ്യാലിറ്റി എന്നാന്ന് വെച്ചാൽ 1968 ടെക്നോളജി മാത്രമേ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ ബോട്ടിൻ്റെ സൈസിലും ഡിസൈനിലും ഒക്കെ കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. ബോട്ട് 32-36 അടിക്ക് 32 കുറവും 36 കൂടുതലായിരിക്കരുത് അതിൻ്റെ നീളം. അതിൻ്റെ കീലൊരു ലോങ് കീൽ ബോട്ട് എന്ന് പറയും. അത് പഴയ ഡിസൈനിൻ്റെ കീൽ അതെല്ലാം. റഡർ ഹിഞ്ച് ചെയ്തതായിരിക്കണം. പുതിയ മെറ്റീരിയൽ കാർബൺ ഫൈബർ മാസ്റ്റോ അല്ലെങ്കിൽ കാർബൺ സെയിൽസോ അല്ലെങ്കിൽ പുതിയ ടെക്നോളജിയുടെ കയറോ അതൊന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല. നാവിഗേഷന് വേണ്ടിയിട്ട് നമ്മൾ സെക്സ്റ്റൻറ്റ് യൂസ് ചെയ്യണം. സെക്സ്റ്റൻറ്റ് വെച്ച് ഒരു വാച്ചും വെച്ചിട്ട് നമ്മൾ ഈ സണ്ണിൻ്റെയും മൂണിൻ്റെയും ഒക്കെ എക്സാക്ട് ഓൾട്ടിറ്റ്യൂഡ് കണ്ടുപിടിച്ചിട്ട് കുറേ കാൽക്കുലേഷൻ ചെയ്യുമ്പോഴാണ് നമുക്ക് ഒരു പൊസിഷൻ കിട്ടുന്നത്. അതിൻ്റെ ആക്യുറസി ഇപ്പോൾ വാച്ച് 1 സെക്കൻഡ് ഓഫ് ആണെങ്കിൽ അത് ഓൾമോസ്റ്റ് നമ്മുടെ ആക്യുറസി 2 കിലോമീറ്റർ ഏതാണ്ട് പോകും. വാച്ച് 1 മിനിറ്റ് ഓഫ് ആണെങ്കിൽ വാച്ചിൽ 1 മിനിറ്റിൻ്റെ എറർ ഉണ്ടെങ്കിൽ നമ്മുടെ നാവിഗേഷൻ്റെ ആക്യുറസി ഓൾമോസ്റ്റ് ഒരു 100 കിലോമീറ്റർ ഓഫ് ആകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇറ്റ്സ് എ വെരി റൂഡിമെൻ്ററി നാവിഗേഷൻ സിസ്റ്റം, ബട്ട് ഇറ്റ്സ് എ റേസ് അറൗണ്ട് ദ വേൾഡ്. റേസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 1 ജൂലൈ 2018 ഫ്രം ഫ്രാൻസ്, ഫ്രം എ പ്ലേസ് കോൾ ല സാബ്ല d'Olonne. അപ്പോൾ ഇത് ഗോൾഡൻ ഗ്ലോബ് റേസ് is actually coming back after 50 years from its first edition. ഞാൻ അവർക്കൊരു ഇമെയിൽ അയച്ചു, ഇതിലെങ്ങനെയാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്ന്. അപ്പോൾ അവർ മറുപടി അയച്ചു, നീ പാർട്ടിസിപ്പേറ്റ് ചെയ്യുവാണെങ്കിൽ ഞങ്ങൾ നിനക്കൊരു സ്പെഷ്യൽ ഇൻവിറ്റേഷൻ തരാമെന്ന്. ബിക്കോസ് യു ആർ ഓൾറെഡി എ നോൺ സ്റ്റോപ്പ് സർക്കം നാവിഗേറ്റർ ഫ്രം ഏഷ്യ എറ്റ്സെട്ര. ഞാൻ അപ്ലൈ ചെയ്തു. അതിൻ്റെ എൻട്രി ഫീ അടച്ചു. എൻട്രി ഫീ ഏതാണ്ട് 7 ലക്ഷം രൂപ ഏതാണ്ടായിരുന്നു. അപ്പം എൻട്രി ഫീ അടച്ചു. പിന്നെ ഞാൻ ഓർത്ത് ബോട്ടിനെ കുറിച്ച് ഞാൻ കുറേ ചെക്ക് ചെയ്തപ്പോഴത്തേക്ക് പുതിയ ബോട്ട് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റത്തില്ല. എക്സെപ്റ്റ് സുഹേലിയുടെ കോപ്പി ആണെങ്കിൽ കുഴപ്പമില്ല. സുഹേലിയുടെ കോപ്പി ആണെങ്കിൽ പുതിയ ബോട്ട് കൺസ്ട്രക്ട് ചെയ്യാം. പഴയ ബോട്ട് എടുക്കണമെങ്കിൽ യൂറോപ്പിലൊക്കെ കുറേ ട്രാവൽ ചെയ്തിട്ട് നല്ലൊരു ബോട്ട് കണ്ടുപിടിച്ചിട്ട് അതിനെ പിന്നെ സർവേ ചെയ്തിട്ട് പൈസ അപ്പ് ഫ്രണ്ട് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിനെ റിപ്പയറിനെല്ലാം റീഫിറ്റ് ചെയ്തിട്ട് ബോട്ടിന് വേണ്ടിയിട്ട് റെഡിയാക്കണം. ഇപ്പോഴാണ് ഈ അക്വേറിയസിൻ്റെ രത്നാകർ സ്റ്റോറിയിൽ തിരിച്ചു വരുന്നത്. രത്നാകർ പറഞ്ഞ്, ഞാൻ ബോട്ട് പുതിയ ഒരെണ്ണം കൺസ്ട്രക്ട് ചെയ്യാൻ തുടങ്ങിയേക്കാം, നീ പോയി പൈസ നോക്കാനായിട്ട്, പൈസ ഇടാനായിട്ട് സ്പോൺസേഴ്സിൻ്റെ അടുത്ത്. അപ്പം ഐ എം ആക്ച്വലി ബൈയിങ് ടൈം ലൈക്ക് ദാറ്റ്. റേസിൻ്റെ റൂൾസ് അനുസരിച്ച് നമുക്ക് സുഹേലിയുടെ മാത്രമേ റെപ്ലിക്ക പുതിയതായിട്ട് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ബോട്ടിൻ്റെ ഡിസൈനിലധികം ചോയ്സ് ഇല്ലായിരുന്നു. സുഹേലിയുടെ ഡിസൈൻ ഞങ്ങൾ പിന്നെ അമേരിക്കയിൽ നിന്ന് വരുത്തിച്ച് രത്നാകർ ബോട്ടിൻ്റെ കൺസ്ട്രക്ഷൻ തുടങ്ങി. നെതർലൻഡ്സിലെ യോഹാൻ വെൽസ് പിന്നെയും ഈ പ്രോജക്റ്റിൻ്റെ കൺസൾട്ടൻ്റായിട്ട് തിരിച്ചു വന്നു. പിന്നെ എന്നാണ് പറയുന്നത്, ഞാൻ പൈസ തേടാൻ തുടങ്ങി. ഈ റേസ് ഞാൻ പ്രൈവറ്റായിട്ടായിരുന്നു ചെയ്യാൻ പ്ലാൻ ഇട്ടത്. റേസിൽ എൻ്റർ ചെയ്യാനായിട്ട് നേവിയുടെ പെർമിഷൻ വേണ്ട, പക്ഷേ റേസ് ചെയ്യാനായിട്ട് നേവിയുടെ പെർമിഷൻ വേണം. അപ്പോൾ ഞാൻ ഓർത്തൊരു ബോട്ടെല്ലാം റെഡി ആകുമ്പോഴത്തേക്ക് അപ്പം ആ പ്രോബ്ലം ടാക്കിൾ ചെയ്യാം, നേവിയിൽ നിന്ന് എങ്ങനെയാണ് പെർമിഷൻ എടുക്കേണ്ടതെന്ന്. പക്ഷേ ഈ കാര്യം, ഈ റേസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം ഞാൻ നേവിനോട് പറഞ്ഞില്ല. എൻ്റെ അമ്മയും അച്ഛനോടും പറഞ്ഞില്ല. കാരണം വെച്ചാൽ അവരോട് പറഞ്ഞാൽ അവർ പിന്നെയും നീ പിന്നെയും പോവാണ്, എന്നെ എത്ര പോകുന്നതെന്ന് പറഞ്ഞ് കുറേ ചോദ്യം ചോദിക്കും. അപ്പം ബോട്ടിൻ്റെ കൺസ്ട്രക്ഷൻ ഒരു സൈഡ് നടക്കുന്നുണ്ട്. ഞാൻ സ്പോൺസറെ തേടാൻ തുടങ്ങി. ഞാനോർത്ത് ഓൾറെഡി ഒരു പ്രൂവൺ ട്രാക്ക് റെക്കോർഡുള്ള കാരണം സ്പോൺസറെ പെട്ടെന്ന് കിട്ടുമായിരിക്കും. പിന്നെ സ്പോൺസേഴ്സിന് ഇത് വലിയൊരു അഡ്വർടൈസിങ് ഓപ്പർച്യൂണിറ്റിയാണ്. ഇങ്ങനത്തെ റേസ് എന്ന് വെച്ചാൽ ഒരു വലിയൊരു ലെവലിലാണ് നടക്കുന്നത്. ചിലപ്പോൾ ഒളിമ്പിക്സിനെക്കാട്ടിലും ഒക്കെ കുറേ കൂടുതൽ ഇതിൽ നിന്ന് വിസിബിലിറ്റി കിട്ടും. പക്ഷേ കുറേ പേര് അപ്രോച്ച് ചെയ്തു. സ്പോൺസർഷിപ്പായിട്ട് ഓൾമോസ്റ്റ് നത്തിങ്, ഒന്നും കിട്ടിയില്ല. രത്നാകർ അവിടെ ബോട്ട് കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ എൻ്റെ സേവിങ്സിൽ നിന്നൊക്കെ കുറേ എടുത്ത് കൊടുത്ത്. യോഹാൻ വെൽസ്
അങ്ങേര് ഒരു ഓട്ടോ പൈലറ്റ് മാനുഫാക്ചർ ചെയ്യുന്ന ആളെ പോയി കണ്ട്, എന്നിട്ട് അങ്ങേര് ഒരു ഓട്ടോ പൈലറ്റ് ഫ്രീ ആയിട്ട് വന്ന്. അതിൻ്റെ വില ഏതാണ്ട് 3 ലക്ഷം രൂപ. അതായിരുന്നു ഏറ്റവും ആദ്യത്തെ സ്പോൺസർഷിപ്പ് വന്നത്. പിന്നെ ഞാൻ ഒരു വിപിൻ എന്ന് പറഞ്ഞൊരു മലയാളിയോട് സംസാരിച്ചു. അങ്ങേരുടെ കൂട്ടുകാരൻ ഡാനി എന്ന് പറഞ്ഞൊരു കൂട്ടുകാരനുണ്ട്, ഡാനി ഗോർഗോൺ ഇൻ ദുബായ്. അപ്പം ഡാനിയോട് സംസാരിച്ചപ്പോൾ ഡാനിയുടെ കമ്പനി എൽകോം മറീൻ, ഡാനി വർക്ക് ചെയ്യുന്ന കമ്പനി എൽകോം മറീൻ, അവർ പറഞ്ഞ് ഇലക്ട്രോണിക്സ് എല്ലാം ഞങ്ങൾ തന്നേക്കാം. അപ്പോൾ അവർ ഒരു 5 ലക്ഷം രൂപ മാറ്റി വെച്ച്, ഈ 5 ലക്ഷം രൂപയ്ക്കകത്ത് നിനക്ക് എന്നാ ഇലക്ട്രോണിക്സ് വേണമെങ്കിലും എടുത്തോളാം. അപ്പോൾ രണ്ടാമത്തെ സ്പോൺസറും ഇന്ത്യയിൽ നിന്നല്ലായിരുന്നു, അതും ഫോറിൻ ആയിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് ഡെക്കാത്ലൻ്റെ സെയിലിങ്ങിൻ്റെ ഒരു ഡയറക്ടർ ഫ്രാൻസിൽ നിന്ന് ഇന്ത്യ വന്നായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ചെറിയ മീറ്റിംഗ് ചോദിച്ചു, ഇവിടെ സെയിലിംഗ് ഒന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനോട് സംസാരിച്ചപ്പോഴത്തേക്ക് ഞാൻ ചോദിച്ചത് എനിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ അങ്ങനെ പറഞ്ഞ് നീ പറയാനാ വേണ്ടതെന്ന്. ഞാൻ പറഞ്ഞു പൈസ തരാമെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞില്ല, പൈസ തരത്തില്ല, അങ്ങനത്തെ ഒരു പ്രൊവിഷൻ ഇല്ല. ബട്ട് വാട്ട് വി ക്യാൻ ഡു ഇസ്, ഫ്രാൻസ് വന്നിട്ട് ഏത് ഡെക്കാത്ലൻ സ്റ്റോറിൽ യു ജസ്റ്റ് വാക്ക് ഇൻ ടു എനി ഡെക്കാത്ലൻ സ്റ്റോർ, നിനക്ക് ആവശ്യമുള്ള എന്നാ വേണേലും എടുത്തോ, അത് ഇറ്റ്സ് ഫ്രീ ഫോർ യു. ഫൈനലി ഞാൻ 2018 നെതർലൻഡ്സിൽ പോയപ്പോൾ അവരുടെ ഒരു സ്റ്റോറിൽ കയറിയിട്ട് ഏകദേശം ഒരു 4-5 ലക്ഷത്തിൻ്റെ സാധനം എടുത്തു. എന്നിട്ട് അവർ ചോദിച്ച് ഇനിയും വല്ലതും വേണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇത് കിട്ടിയില്ല, അത് കിട്ടിയില്ല, ഷൂ കിട്ടിയില്ല, ഷൂവിൻ്റെ സൈസ് തെറ്റാ, കുറേയൊക്കെ ഞാൻ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി കൊടുത്ത് അവർ അതെല്ലാം പാക്ക് ചെയ്തിട്ട് ഫ്രാൻസിലേക്ക് അയച്ചു. അപ്പോൾ മൂന്നാമത്തെ സ്പോൺസർ വന്നതും ഇന്ത്യയിൽ നിന്നല്ലായിരുന്നു. പിന്നെ ഞാൻ കുറേ ട്രൈ ചെയ്ത് ഫൈനലി ഗോവ ഷിപ്പ് യാർഡ് ഒരു സൈസബിൾ എമൗണ്ട്, ഏകദേശം ഒരു 50 ലക്ഷം റിലീസ് ചെയ്തായിരുന്നു. അപ്പോൾ അവരായിരുന്നു എൻ്റെ നാലാമത്തെ സ്പോൺസർ. എന്നാലും എനിക്ക് കുറഞ്ഞൊരു മിനിമം ഒരു 4 കോടി രൂപ വേണമായിരുന്നു ഈ ഫുൾ ബോട്ട് റെഡിയാക്കി അതിനെ യൂറോപ്പിൽ കൊണ്ടുപോയി ഇവിടുന്ന് ട്രാൻസ്പോർട്ട് ചെയ്ത് യൂറോപ്പിൽ കൊണ്ടുപോയി അസംബിൾ ചെയ്തിട്ട് റേസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനൊക്കെ കുറേ പൈസ വേണമായിരുന്നു. അപ്പോൾ ഇതെല്ലാം കടവും പറഞ്ഞ് പിന്നെ എൻ്റെ പോക്കറ്റിൽ നിന്നുണ്ടായിരുന്ന കുറേ പൈസ ചിലവാക്കി. എനിക്ക് അവാർഡൊക്കെ കിട്ടിയ പൈസ ഞാൻ സേവ് ചെയ്തായിരുന്നു. അതെല്ലാം ചിലവായി അവസാനം എൻ്റെ ബാങ്കിൽ ഏതാണ്ട് -20,000 രൂപ ഉണ്ടായി ഓവർ ഡ്രാഫ്റ്റായിട്ട്. ബോട്ടിൻ്റെ കൺസ്ട്രക്ഷൻ ശരി, അത് somehow it happened. അതിൻ്റെ ട്രയലെല്ലാം നടത്തി. അതിനെ രജിസ്റ്റർ ചെയ്യാനായിട്ട് വേറൊരു പ്രശ്നം, ഇന്ത്യയിൽ ഈ പ്ലഷർ ക്രാഫ്റ്റ് രജിസ്റ്റർ ചെയ്യാനുള്ള റൂള് 2017 ഏതാണ്ടാണ് ഫൈനലി ഫോർമലൈസ് ആയത്. അപ്പം ഇത് രജിസ്റ്റർ ചെയ്യാനും ആർക്കും അറിയത്തില്ല എക്സാക്ട്ലി എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ അതൊരു വളരെ ലോങ് പ്രോസസ്സായിരുന്നു. അവിടുത്തെ ഈ MMDയുടെ ബോസ് ഒരു മിസ്റ്റർ ബോധരാജ് ആയിരുന്നു. അങ്ങനെ കുറേ ഹെൽപ്പ് ചെയ്യാൻ ട്രൈ ചെയ്തു, പക്ഷേ ഹെൽപ്പ് ചെയ്യാൻ ട്രൈ ചെയ്താലും പ്രോസസ്സ് ഭയങ്കര ലോങ് ആയിരുന്നു. കാരണം ബോട്ട് സെയിൽ ചെയ്യാനും പറ്റിയില്ല, അതിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യാനും പറ്റിയില്ല. ബോട്ടിൻ്റെ രജിസ്ട്രേഷൻ കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇതിൻ്റെ കമ്മ്യൂണിക്കേഷൻ്റെ വേറെ രജിസ്ട്രേഷൻ ഉണ്ടെന്ന്. അപ്പം അത് എന്നെ പറയുന്നത്, ഞാൻ എൻ്റെ കൊച്ചിയിലെ അഡ്രസ്സ് കൊടുത്ത കാരണം ബോട്ട് ഗോയലാണ് നിർമ്മിക്കുന്നത്, ബോട്ട് ഗോയലാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഐഡിയലി ബോംബെയിൽ എനിക്കത് അതിൻ്റെ കമ്മ്യൂണിക്കേഷൻ ലൈസൻസ് എടുക്കാം. പക്ഷേ എൻ്റെ അഡ്രസ്സ് കൊച്ചിയിലെ കൊടുത്ത കാരണം ഞാൻ ചെന്നൈ പോയിട്ട് അതിൻ്റെ ലൈസൻസ് എടുക്കണം. അപ്പോൾ അതിന് വേറെ ഏതാണ്ട് ഏജൻറ്റിനെ പിടിച്ച് അതും എങ്ങനെയാണ്ട് ഫൈനലി അതിൻ്റെയും രജിസ്ട്രേഷൻ കിട്ടി. ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ട്രെയിനിങ് ചെയ്യണമായിരുന്നു, സർവൈവൽ ട്രെയിനിങ് ചെയ്യണം, പിന്നെ ഒരു GOC ലൈസൻസ് എടുക്കണം കമ്മ്യൂണിക്കേഷൻ്റെ. അതിൻ്റെ പുറത്ത് ഒരു 10 ദിവസത്തെ മെഡിസിൻ്റെ കോഴ്സും ചെയ്യണം. ആ മെഡിസിൻ്റെ കോഴ്സിനകത്ത് വല്ല മുറിവെല്ലാം വന്നാൽ ഹൗ ഡു യു സ്റ്റിച്ച് യുവർ സെൽഫ്, സൂച്ചർ ചെയ്യുന്നത് എങ്ങനെയാണ്, പിന്നെ തന്നെത്താനെ കത്തീറ്റർ എങ്ങനെയാണ് ഇടുന്നത്, ഇതെല്ലാം ഒരു പഠിപ്പിച്ച്. ആക്ച്വലി ആ 10 day കോഴ്സ് ഇറ്റ് ടേൺ ഔട്ട് ടു ബി വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ മൈ സർവൈവൽ മെനി മന്ത്സ് ലേറ്റർ. അപ്പം ഫൈനലി ബോട്ട് രജിസ്റ്ററായി എൻ്റെ ലൈസൻസ് എല്ലാം കിട്ടി. ഞാൻ ആദ്യം പ്ലാൻ ചെയ്ത് ബോട്ട് ഇന്ത്യയിൽ നിന്ന് സെയിൽ ചെയ്ത് യൂറോപ്പിൽ എത്തിക്കുമെന്ന്. അപ്പോൾ ആ സെയിലിംഗ് ചെയ്യുമ്പം വയ കേപ്പ് കിട്ടും. അപ്പോൾ ആ സെയിലിംഗ് ചെയ്ത് തന്നെ എനിക്ക് കുറേ പ്രാക്ടീസും ഇതെല്ലാം കിട്ടുമല്ലോ. പക്ഷേ ഈ രജിസ്ട്രേഷൻ പ്രോസസ്സ് എല്ലാം കാരണം ഡിലേ ആയി പിന്നെ സ്പോൺസറേയും കിട്ടുന്നില്ലായിരുന്നു. സ്പോൺസറേയും തേടി എല്ലാം ഡിലേ ആയി ഫൈനലി ഞങ്ങൾ ഡിസൈഡ് ചെയ്ത് ബോട്ട് ഷിപ്പിൽ കയറ്റി അയക്കാമെന്ന്. ഷിപ്പിൽ കയറ്റി അയക്കാനായിട്ട് ഏകദേശം ഒരു 25-30 ലക്ഷമായി. ഷിപ്പിൽ കയറ്റി അയക്കുന്നതിന് മുമ്പ് എന്നാ പറയുന്നത്, കസ്റ്റംസിന് ഒരു RBIയുടെ ക്ലിയറൻസ് വേണം.
അപ്പോൾ ഇതെല്ലാം ലാസ്റ്റ് മിനിറ്റിലാണ് നമുക്ക് അറിയുന്നത്. ഞാൻ ഓർത്ത് ഇന്ത്യയിൽ ഇത്രയും ടാക്സ് അടച്ചിട്ട് RBI ക്ലിയറൻസ് തന്നെ എൻ്റെ സാധനം തന്നെ എൻ്റെ പൊസഷൻ പുറത്തു കൊണ്ടുപോകാനായിട്ട്. ബട്ട് RBI ക്ലിയറൻസ് വേണം. അതിനുവേണ്ടി ബാങ്കിനെ അപ്രോച്ച് ചെയ്തു. ബാങ്ക് പറയുന്നത് ഇതെല്ലാം ഞങ്ങൾ കമ്പനീസിന് വേണ്ടി ചെയ്യുന്ന, ഇൻഡിവിജ്വൽസിന് വേണ്ടിയിട്ട് ഇത് എങ്ങനെയാണ് ചെയ്യണമെന്ന് പോലും അറിയത്തില്ലെന്ന്. പക്ഷേ അവരെ കുറേ പെർസ്യൂ ചെയ്ത് താങ്ക്ഫുള്ളി അവർ ഒരാഴ്ച ദേ വർ റിയലി ആഫ്റ്റർ RBI ആൻഡ് ദേ ഗോട്ട് ദി ക്ലിയറൻസ്. അതും ബോട്ട് എടുത്ത് ഷിപ്പിനകത്ത് വെക്കുന്നതിൻ്റെ 1-2 മണിക്കൂർ മുമ്പാണ് ഈ ക്ലിയറൻസ് കിട്ടിയത്. 3 ഭൂഖണ്ഡങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന 4 രാജ്യങ്ങളിലെ വിശദമായ കാഴ്ചകളുമായി സഞ്ചാരം 14-ാം വോളിയം പെൻഡ്രൈവിൽ അസർബൈജാൻ, ഇന്തോനേഷ്യ, തജിക്കിസ്ഥാൻ, പെറു. സഞ്ചാരം വോളിയം നമ്പർ 14. ഫുൾ HDയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 99544422 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. പക്ഷേ ബോട്ട് റോട്ടർഡാമിലെത്തിയപ്പം പുതിയ പ്രശ്നങ്ങൾ തുടങ്ങി. അവർ ഏകദേശം ഒരു 55,000 യൂറോ, ഏകദേശം ഒരു 50 ലക്ഷം രൂപയിലും വരും, 55,000 യൂറോ അവർ വാറ്റായിട്ട് ചോദിച്ചു, VAT ആയിട്ട്. ഞാൻ ചോദിച്ചു അതിന് എത്ര, ഞാൻ ഇന്ത്യയിൽ ടാക്സ് പേ ചെയ്തെങ്കിൽ അവിടെ തന്നെ പിന്നെയും ടാക്സ് പേ ചെയ്യാമെന്ന്. അവർ പറഞ്ഞു ഇത് ടാക്സ് അല്ല, ഇത് സെക്യൂരിറ്റി ഡിപ്പോസിറ്റാണ്, നിങ്ങളിത് യൂറോപ്പിൽ വല്ലതും വിറ്റാൽ ഞങ്ങളത് വെക്കും, യൂറോപ്പിൽ നിന്ന് ബോട്ട് കൊണ്ടുപോയാൽ ഞങ്ങൾ തിരിച്ചു തരാമെന്ന്. അപ്പോൾ ഞാനവിടെ ഏജൻറ്റിനോട് പറഞ്ഞത് എൻ്റെ അടുത്ത് 20,000 രൂപ മൈനസിലാണ് ബാങ്ക് അക്കൗണ്ട് കിടക്കുന്നത്, അപ്പം നിങ്ങൾ എന്നേലും ചെയ്യുക അല്ലെങ്കിൽ ബോട്ട് വെച്ചോളാൻ പറഞ്ഞു. അപ്പോൾ ഒരാഴ്ച അവർ അവിടെ പോയി കുറേ അപ്പ് ആൻഡ് ഡൗൺ ചെയ്ത് കുറേ സംസാരിച്ച് ഫൈനലി എനിക്ക് യൂറോപ്പിൽ ആ ബോട്ട് 18 മാസം വെക്കാനുള്ള പെർമിഷൻ കിട്ടി. ഇതിൻ്റെ കൂടെ ഞാൻ നെതർലൻഡ്സിലെത്തി. ക്യാപ്റ്റൻ തോണ്ടയും ലത്താക്കറിൻ്റെ കൂടെ ബോട്ട് ബൈ റോഡ് മെഡംബ്ലിക്ക് എന്ന് പറഞ്ഞൊരു ടൗണിൽ കൊണ്ടുവന്ന് യോഹാൻ വെൽസ് അവിടെ ഉണ്ടായിരുന്നു. അപ്പം അവിടെ ഒരു യാർഡിലാണ് ഈ ബോട്ട് റെഡിയാക്കാനായിട്ട് പ്ലാൻ ചെയ്തത്. അവിടെ ഒരു മാസം രാവിലെ 8 മണി തൊട്ട് രാത്രി 8 മണി വരെ പണിയോടെ പണി, ഒരു ബ്രേക്കും ഇല്ലാതെ ചെയ്ത് അത് കഴിഞ്ഞിട്ട് 8 മണി വരെ പണി ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വന്നിട്ട് പിന്നെ വേറെ കുറേ എൻ്റെ ഇതുണ്ട്, ഫുഡ് അറേഞ്ച് ചെയ്യണം, ഇത്രയും ഈ 10 മാസത്തെ റേസിന് വേണ്ടിയിട്ടുള്ള ക്യാമറാസ് അറേഞ്ച് ചെയ്യണം, ഈ എമർജൻസി ഡിവൈസസിൻ്റെ രജിസ്ട്രേഷൻ ചെയ്യണം, അങ്ങനെ കുറേ പണി. അത് പിന്നെ ഓസ്ട്രേലിയയുടെ വിസ എടുക്കണമെന്ന് പറഞ്ഞിട്ട് വേറൊരു മെയിൽ വന്ന് റേസ് ഓർഗനൈസേഴ്സിൻ്റെ സൈഡിൽ നിന്ന്. ഓസ്ട്രേലിയയുടെ വിസ എടുക്കാനായിട്ട് ഏത് എംബസിയിലാണ് പോകേണ്ടത് എല്ലാം തന്നെ ഇരുന്ന് ചെയ്യായിരുന്നു. അപ്പം ഞാൻ സാധാരണ ഉറങ്ങുന്ന ഒരു 2-3 മണിയാകുമ്പോഴാണ്. പിന്നെ ഉറങ്ങുന്നതിന് മുമ്പ് എല്ലാ ദിവസവും സ്പെൻഡ് ചെയ്ത പൈസയുടെ അക്കൗണ്ടിങ് ചെയ്യണം, എല്ലാ ബില്ലും വെച്ച് അതിൻ്റെ അക്കൗണ്ടിങ് ചെയ്ത് ഒരു 3-4 മണിയാകും. പിന്നെ രാവിലെ 7 മണിക്ക് എഴുന്നേറ്റ് 8 മണിക്ക് ബോട്ടിൽ ചെന്ന് പിന്നെയും വർക്ക് സ്റ്റാർട്ട് ചെയ്യണം. അവിടെ വേറെ വല്ലവരെയും വിളിച്ച് ചെയ്യിക്കുവാണെങ്കിൽ നല്ല പൈസയാവും. അവർ ഒരു ദിവസം 300-400 യൂറോയൊക്കെയാണ് ചാർജ് ചെയ്യുന്നത്. അപ്പോൾ അത്രയൊന്നും നമ്മുടെ അടുത്ത് ഇല്ല കൊടുക്കാനായിട്ട്. പൈസയുടെ ഷോർട്ടേജ് ശരിക്കും ഉണ്ടായിരുന്നു. പിന്നെ സ്പോൺസറിൻ്റെയും ഒരിടത്തൊന്നും കിട്ടിയില്ല. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ കേരള ടൂറിസമിനോട് വരെ പോയി ചോദിച്ചായിരുന്നു, പക്ഷേ അവരുടെ അടുത്തൊന്നും ഒരു സ്പോൺസർഷിപ്പ് ഒന്നും കിട്ടിയില്ല. കേരളത്തിൽ കുറേ ബിസിനസ്മാനോട് ചോദിച്ചു, പിന്നെ ബോംബെയിൽ ചോദിച്ചു കുറേ ബിസിനസ്സിനോട്. ഒരു ക്രൗഡ് ഫണ്ടിങ് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. ക്രൗഡ് ഫണ്ടിങ് ശരിക്കും വർക്ക് ചെയ്തു. കുറേ പേര് കുറേ പൈസ ഡൊണേറ്റ് ചെയ്തായിരുന്നു. എനിക്ക് ഒരു മാസത്തിൽ ഏതാണ്ട് 10 ലക്ഷം രൂപ ഏകദേശം കിട്ടിയായിരുന്നു. പക്ഷേ അതൊന്നും എനിക്ക് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. പിന്നെ നേവിയുടെ പെർമിഷൻസ് എടുക്കാനായിട്ടും അത്ര എളുപ്പമല്ലായിരുന്നു. ഫൈനലി നേവി പെർമിഷൻ തന്നു. നേവി തന്നെ ഒരു വേ കണ്ടുപിടിച്ചു എന്നെ റേസ് വിടാനായിട്ട്. എന്നുവെച്ചാൽ നേവിയിലെ 2-3 അഡ്മിറൽസ് ഉണ്ടായിരുന്നു. അവർ കുറേ ഹെൽപ്പ് ചെയ്തു. അതിൽ നിന്നൊന്നും ഒരു മലയാളിയായിരുന്നു. ഇവരുടെയൊക്കെ സഹായം കൊണ്ടാണ് ഞാൻ ശരിക്കും അവിടെ എത്തിയത്. അപ്പം മെഡംബ്ലിക്കിൽ ഒരു മാസം ഏതാണ്ട് കഠിന അധ്വാനമായിരുന്നു. ഇടയ്ക്ക് ബോഡി ഓവർ ടയർഡായിട്ട് പനി വരെ വന്നു. ഒരു പ്രാവശ്യം ഞങ്ങൾ താമസിക്കുന്ന ഒരു വീട് വാടകയ്ക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. ആ വീടിന് തന്നെ ഒരു മാസം 1 ലക്ഷം രൂപ ഏതാണ്ട് വാടകയായിരുന്നു 3 പേർക്ക് താമസിക്കാനായിട്ട്. അതിൻ്റെ ആ വാടക പീരീഡിൻ്റെ ഇടയ്ക്ക് അങ്ങേര് വേറെ ആർക്കാണ്ട് വീട് ഓൾറെഡി പ്രോമിസ് ചെയ്തായിരുന്നു. അപ്പം ഞങ്ങളോട് പറഞ്ഞ് മാറിയിട്ട് ഒരു ബോട്ടിലോട്ട് മാറാനായിട്ട്. അങ്ങേരുടെ ബോട്ടിലോട്ട് ഞങ്ങളെല്ലാവരും മാറി. അവിടെ ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ ഒരു ദിവസം
റിയലി ശരിക്കും ടയർഡായിരുന്നു. തിരിച്ചു വന്നിട്ട് കുളിക്കാനായിട്ട് ബാത്റൂമിലോട്ട് കയറിയായിരുന്നു. കതവ് തുറന്നിട്ട് അകത്തോട്ട് കയറിയപ്പോഴത്തേക്ക് സൈഡിൽ കൂടെ ഒരു ബോട്ട് പോയി. ആ സൈഡിൽ കൂടെ ബോട്ട് പോയപ്പോൾ ആ ബോട്ടിൻ്റെ തിര കാരണം ഈ ബോട്ട് ചെറുതായിട്ടൊന്ന് കുലുങ്ങി. ആ കുലുക്കം കൊണ്ട് കതവ് വന്നൊരൊറ്റ അടയൽ, അതും 2 പേരിലങ്ങ് ശരിക്കും ചതഞ്ഞോ എന്നുള്ള. എനിവേ, ഓൾ ദീസ് ഇൻട്രസ്റ്റിംഗ് തിങ്സ് കീപ് ഹാപ്പനിങ്. 4th June, അത് 5th ആണെന്ന് അറിയത്തില്ല, വി ലെഫ്റ്റ് ഫ്രം മെഡംലിക്. യോഹാൻ വെൽസും ക്യാപ്റ്റൻ ദോണ്ടെ എൻ്റെ കൂടെ ഡെൻ ഹെൽഡർ എന്ന് പറഞ്ഞ പോർട്ട് വരെ വന്നു. അവിടുന്ന് അവർ രണ്ടുപേരും കാർ പിടിച്ചങ്ങ് തിരിച്ചു പോയി. ഞാൻ ആ രാത്രി അവിടെ കിടന്ന്. അടുത്ത ദിവസം ഞാൻ ഇവിടുന്ന് വിട്ടിട്ട് ഇംഗ്ലണ്ടിലേക്ക് പോവുക. അപ്പോൾ ഇംഗ്ലണ്ടിലായതുകൊണ്ട് 2-3 ദിവസത്തെ പരിപാടിയുണ്ട്. ഈ റേസിൻ്റെ കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ട്. അടുത്ത ദിവസം രാവിലെ ഞാൻ പോയി കുളിച്ച് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് മറീന മാനേജറിൻ്റെ അടുത്ത് പോയി. അങ്ങനോട് പറഞ്ഞു ബില്ല് ഇതാ, ഇവിടുത്തെ സ്റ്റേയിൻ്റെ ഞാൻ പേ ചെയ്യാൻ. അതുകൊണ്ട് €30 ഏതാണ്ടായിരുന്നു, $2000 പെർ ഡേ വെച്ച് ഏതാണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പറഞ്ഞ് ഇല്ല, ദിസ് ഇസ് ആർ സ്പോൺസർഷിപ്പ്. ഇറ്റ്സ് നോട്ട് ബിഗ് ബട്ട് ഇറ്റ് ഈസ് സ്റ്റിൽ ആർ സ്പോൺസർഷിപ്പ്. അതുപോലെ തന്നെ മെഡംലിക്കിലും ഞാൻ ഒരു പ്രാവശ്യം ബോട്ട് ഇങ്ങനെ ട്രയലിന് കൊണ്ടിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്ക് അവിടെ ഒരു സ്റ്റിക്കർ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, പേപ്പർ ഒട്ടിച്ച് വെച്ചാൽ പ്ലീസ് മീറ്റ് ദ മറീന മാനേജർ. ഞാൻ യോഹാനോട് ചോദിച്ചു എന്നെ ഈ സ്റ്റിക്കർ ഒട്ടിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ പറഞ്ഞു നീ പൈസ കൊടുത്തില്ലല്ലോ, അതിന് വേണ്ടിയിട്ടാണെന്ന്. ഞാൻ അങ്ങനെ പോയി കണ്ടപ്പോഴത്തേക്ക് ഞാൻ കാര്യമെല്ലാം പറഞ്ഞു, ഞാൻ ഇങ്ങനെ റേസിന് പോകാമെന്നൊക്കെ. അപ്പോൾ അങ്ങനെ എന്നാൽ ദിസ് എൻറ്റയർ സ്റ്റേ ഇസ് ഓൺ അസ്, യു ഡോണ്ട് ഹാവ് ടു പേ എനിത്തിങ്, ഇറ്റ്സ് ആർ സ്പോൺസർഷിപ്പ് ഫോർ യു. മെഡംലിക്കിൽ ഏത് കടയിൽ കയറിയാലും 10, 20, 30% ഡിസ്കൗണ്ടാണ്. കാരണം ഈ മറീന മാനേജർ അവിടുത്തെ ന്യൂസ് പേപ്പർ എഴുതുന്ന ആളാണ്. അങ്ങേര് ന്യൂസ് പേപ്പറിൽ ആർട്ടിക്കിൾ ഇട്ടിട്ടുണ്ട് ഞാനിങ്ങനെ പോകുന്നുണ്ടെന്ന് പറഞ്ഞ്. അപ്പോൾ എവിടെ ഏത് കടയിൽ കയറിയാലും ഡിസ്കൗണ്ടാണ്. ആ സമയത്ത് ഈ ഇന്ത്യൻ MRE പാക്കറ്റില്ലേ, ഈ ദാൽ അങ്ങനത്തെ കറിയെല്ലാം വിൽക്കുന്ന ആംസ്റ്റർഡാമിൻ്റെ അടുത്തൊരു ഡീലറുണ്ടായിരുന്നു, ഇന്ത്യൻ ഏജൻ്റ് ആയിരുന്നു. അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞ് ഞാൻ പോയിട്ട് എന്നൊക്കെ വേണമെന്ന് പറഞ്ഞാൽ അത് ഞാൻ മേടിച്ചുകൊണ്ട് വരാമെന്ന്. ഞാൻ പറഞ്ഞു ഡിസ്കൗണ്ട് എല്ലാം കിട്ടുമെന്ന് ചോദിക്കാനായിട്ട്, അല്ലെങ്കിൽ അത് സ്പോൺസർഷിപ്പായിട്ട് തരാനായിട്ട്, ഇന്ത്യക്കാരനല്ലേ. മറുപടി വന്നാൽ ഡിസ്കൗണ്ടും ഇല്ല, ഫ്രീ ആയിട്ടൊന്നും തരുന്നില്ലെന്ന്. അപ്പോൾ എനിക്ക് കൂടുതലും കിട്ടിയ സപ്പോർട്ട് ഫോറിനിൽ നിന്നായിരുന്നു. ഡെൻ ഹെൽഡറിൽ നിന്ന് ഇറങ്ങി നോർത്ത് സീ ക്രോസ് ചെയ്തു, ഇംഗ്ലണ്ടിൻ്റെ ഈസ്റ്റ് കോസ്റ്റ് വെയിറ്റ് ചെയ്തു. ഈ ചാനലില്ലേ, ഇംഗ്ലീഷ് ചാനൽ, അതിൻ്റെ അലോങ് സൈഡ് സെയിൽ ചെയ്ത് ഞാൻ ഫൈനലി ഫാൽമത്തിലെത്തി. പക്ഷേ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് കുറേ പേരോട് എന്നോട് വന്ന് പറഞ്ഞാടാ അത് ഇറ്റ്സ് എ വെരി ഡേഞ്ചറസ് പ്ലേസ്, കുറേ ട്രാഫിക് ഉണ്ട്, നീ ഒറ്റയ്ക്ക് എങ്ങനെ പോവുക അവിടെ, ഞങ്ങളാണെങ്കിൽ വേറെ എല്ലാവരും കൂടെ കൊണ്ടുപോകും ജസ്റ്റ് ടു റീച്ച് ഫാൽമത്ത്. പിന്നെ നിൻ്റെ ചാർട്ട്സ് കാണിക്കാമെന്ന് പറഞ്ഞു. അവന് ചാർട്ടൊന്നുമില്ല, എൻ്റെ അടുത്ത് ഫോണുണ്ട്, ഫോണിനകത്ത് ഞാൻ നോക്കിപ്പോക്കോളാമെന്ന് പറഞ്ഞു. എന്നാ വിഡ്ഢിയാ നീ ഒരു ചാർട്ട് പോലും ഇല്ലാതെ പോകുന്നത്. അവർ തന്നെത്താനെ പോയിട്ട് ചാർട്ട് പ്രിൻറ്റ് ചെയ്ത് എനിക്കൊരു കോപ്പി വന്ന് എന്നേലും ആവശ്യമുണ്ടെങ്കിൽ വെച്ചോളാൻ പറഞ്ഞിട്ട് അങ്ങനത്തെ ഹെൽപ്പാണ് അവർ ചെയ്തത്. പക്ഷേ ഇംഗ്ലീഷ് ചാനലിൽ കൂടെ സെയിൽ ചെയ്യാനൊക്കെ എനിക്കൊരു പ്രശ്നമില്ലായിരുന്നു. ഫാൽമത്തിലെത്തിയപ്പം അടുത്ത ദിവസം റോബിൻ നോക്സ് ജോൺസ്റ്റൺ സുഹേലിയും കൊണ്ട് അവിടെ എത്തി. അപ്പം എൻ്റെ ബോട്ട്, എൻ്റെ പേര് തുരിയെന്നായിരുന്നു, അത് റോബിൻ നോക്സ് ജോൺസണിൻ്റെ സുഹേലിയുടെ എക്സാക്ട് റെപ്ലിക്കായിരുന്നു. റോബിൻ വന്നപ്പോൾ തന്നെ അവിടെ ഫുൾ ക്യാമറ പീപ്പിളും ജേർണലിസ്റ്റും എല്ലാവരും വന്ന് ഫോട്ടോഗ്രാഫി എല്ലാം ചെയ്യായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞപ്പം റോബിൻ ബോട്ടിൽ നിന്ന് ഇറങ്ങി എൻ്റെ ബോട്ടിൽ വന്ന് എന്നിട്ട് ഞാൻ പറഞ്ഞു എൻ്റെ ലോഗ് ബുക്ക് ഒന്ന് സൈൻ ചെയ്യാമെന്ന്. അങ്ങനെ ലോഗ് ബുക്ക് സൈൻ ചെയ്തു, ഓൾ ദ വെരി ബെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഈ സൈൻ മൈ ലോഗ് ബുക്ക്. ആൻഡ് ദെൻ അങ്ങേര് ഹിന്ദി പാട്ട് പാടാൻ തുടങ്ങി. സിന്ദാബാദ് സിന്ദാബാദ് ഒരു ബീറ്റൊക്കെ കൊടുത്ത് പാട്ടെല്ലാം പാടി തിരിച്ചു പോകുമായിരുന്നു. തിരിച്ചു പോകുന്ന വഴിക്ക് ഞങ്ങൾ രണ്ടും ഇങ്ങനെ ബോട്ടിൻ്റെ കോക്പിറ്റിൽ നിന്ന് പുറത്ത് വരുമ്പോൾ രണ്ടുപേരും തല പുറത്ത് ഒരു ഫോട്ടോഗ്രാഫർ പറഞ്ഞ് വെയിറ്റ് ചെയ്യാനായിട്ട്. എന്നിട്ട് അവർ അങ്ങനെ ഒരു ഫോട്ടോ എടുത്തു. ആ ഫോട്ടോ എടുക്കുന്ന സമയത്ത് റോബിൻ എന്നോട് ചോദിച്ചു, ഹൗ മെനി ഡേയ്സ് ഡു യു തിങ്ക് ഇറ്റ്സ് ഗോയിങ് ടു ടേക്ക് ഫോർ യു ടു ഡു ദ സർക്കംനാവിഗേഷൻ? ഇപ്പോൾ റോബിൻ 312 ദിവസം എടുത്തത്. ഞാൻ റോബിൻ്റെ ബോട്ടിൻ്റെ റെപ്ലിക്കയാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഞാൻ റോബിനോട് പറഞ്ഞ് 311 ദിവസം എടുക്കുന്നത്. അപ്പം റോബിൻ എന്നോട് പറയുക, യു ആർ യങ് ആൻഡ് അംബിഷ്യസ്. അപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ യു ആർ ഓൾഡ് ആൻഡ് ജെലസ്. അപ്പോൾ റോബിൻ പറയുക, ഞാൻ നേവിയിലെ ക്യാപ്റ്റനാണെന്ന്. ഞാൻ പറഞ്ഞു, സാറ് ക്യാപ്റ്റനാണ്, ഞാൻ കമാൻഡറാണ്, സാറിൻ്റെ റാങ്ക് എന്നെക്കാട്ടിലും വലുതാണ്, ഞാൻ 313 ദിവസം എടുത്തോളാം എന്ന്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഒരു ചെറിയൊരു ബാൻറ്റർ ഉണ്ടായിരുന്നു അവിടെ. ഫാൽമത്തിലും ബോട്ട് പ്രിപ്പറേഷൻ, ബോട്ടിൻ്റെ ഇൻസ്പെക്ഷൻ അതെല്ലാം നടന്ന്
ഫൈനലി അവിടെ വേറൊരു എന്നാ പറയുന്നത് ചെറിയൊരു ഈവൻ്റ് ഉണ്ടായിരുന്നു. ഫാൽമത്തിൽ ചെയിൻ ലോക്കർ എന്ന് പറഞ്ഞൊരു പബ്ബുണ്ട്. 1968 റോബിൻ്റെ സർക്കംനാവിഗേഷൻ തുടങ്ങുന്നതിന് മുമ്പ് ഒരു രാത്രി മുമ്പ് ആ പബ്ബിൽ വന്നിട്ട് ഹി ഹാഡ് ഹിസ് ലാസ്റ്റ് ഡ്രിങ്ക്. ശരിക്കും കള്ളു കുടിച്ചു, സ്റ്റാൻഡേർഡ് കള്ളു കുടിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് അവിടെ ഒരു ബാരോമീറ്റർ കണ്ടു. റോബിൻ്റെ ബോട്ടിൽ ബാരോമീറ്റർ ഇല്ല. ബാരോമീറ്റർ നാവിഗേഷനിൽ വളരെ ഒരു ഇമ്പോർട്ടൻറ്റ് ഐറ്റമാണ്. ബാരോമീറ്റർ വെച്ചാണ് നമ്മൾ സ്റ്റോം വരുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ പറയാൻ പറ്റുന്നത്. ബാരോമീറ്റർ ഡ്രോപ്പ് ആവുകയാണെങ്കിൽ സ്റ്റോം 100% വരുന്നുണ്ട്. ബാരോമീറ്റർ ആവുകയാണെങ്കിൽ കാറ്റ് കാണത്തില്ല. അപ്പോൾ ഇങ്ങനെ റോബിൻ എന്നാന്ന് വെച്ചാൽ ഈ ബാരോമീറ്റർ അങ്ങ് കട്ടു. എന്നിട്ട് റോബിൻ്റെ ബോട്ടിൽ കൊണ്ടുപോയി ലോകം മൊത്തം ചുറ്റിക്കറങ്ങി തിരിച്ചു വന്നു. 50 കൊല്ലം കഴിഞ്ഞ് അതേ ദിവസം ഒരു പബ്ലിക് സെറമണിയിൽ അങ്ങേര ബാരോമീറ്റർ പബ്ബിന് തിരിച്ച് ഗിഫ്റ്റ് ചെയ്തു, മൗണ്ട് ചെയ്തിട്ട്. അടുത്ത ദിവസം ആ ബാരോമീറ്റർ പിന്നെയും കാണാനില്ല. അവിടെ മാനേജർ എല്ലാവരെയും ശരിക്കും ചാടിച്ച് ശരിക്കും ഓടിച്ച് എവിടെയാണ് ബാരോമീറ്റർ കണ്ടുപിടിക്കാതായതാണെന്ന് പറഞ്ഞ് പോയി നോക്കി. ഈ ഇടയ്ക്ക് ഞങ്ങളൊരു ചെറിയ റേസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഫാൽമത്തിൽ നിന്ന് ലസാബിലെ ദേലോണിലേക്ക് സ്റ്റാർട്ട് ചെയ്തു, ഫ്രാൻസിലെ. അപ്പോൾ ഈ റേസിൽ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നു ഒറ്റയ്ക്ക്. ബാക്കി എല്ലാവരും ടീമും ക്രൂ എല്ലാം എടുത്തുകൊണ്ടാണ് പോയത്. അപ്പോൾ പോകുന്ന വഴിക്ക് എൻ്റെ ബോട്ടിൽ നിന്ന് ഞാൻ ആ ബാരോമീറ്റർ എടുത്തിട്ട് ഒരു ഫോട്ടോ ക്ലിക്ക് ചെയ്തിട്ട് ഫേസ്ബുക്കിലിട്ട് ആ ബാരോമീറ്റർ എൻ്റെ അടുത്തുണ്ടെന്ന്. അപ്പോൾ ആ ബാരോമീറ്റർ പിന്നെയും റൗണ്ട് ദ വേൾഡ് കറങ്ങാൻ പോകുമായിരുന്നു. അപ്പോൾ 2-3 ദിവസം കൂടെ കഴിഞ്ഞിട്ട് ഗോൾഡൻ ഗ്ലോബ് റേസിൽ നിന്ന് ഒരു മെസ്സേജ് വന്നു, പ്ലീസ് കോൺടാക്ട് യുവർ വൈഫ് ഇമീഡിയറ്റ്ലി. അപ്പോൾ ഇറ്റ്സ് ലൈക്ക് എന്നാ പറ്റിയ കുറച്ചൊന്ന് ആങ്ഷ്യസ് ആയി. പിന്നെ അടുത്ത മെസ്സേജ് വന്നു, ദിസ് ഈസ് യുവർ വൈഫ്സ് ഫോൺ നമ്പർ, മറന്നുപോയെങ്കിൽ. അത് ശരി, അർജൻറ്റ് ആയിരിക്കും. ആൻഡ് കോൺടാക്ട് ഇമീഡിയറ്റ്ലി എന്ന് പറഞ്ഞാൽ സാറ്റലൈറ്റ് ഫോണിൽ കൂടെ ചെയ്യണം. അപ്പം അവർ ഓൾമോസ്റ്റ് പെർമിഷൻ തന്നു അതിൻ്റെ അർത്ഥം ടു ടോക്ക്. ആൻഡ് അവർ ആദ്യം പറഞ്ഞത് വിൽ ലെറ്റ് യു കോൾ ഓൺലി ഇഫ് ഇറ്റ് ഇസ് എ മാറ്റർ ഓഫ് ലൈഫ് ആൻഡ് ഡെത്ത്.